ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയെ വലിയ രീതിയിൽ വാനോളം ഉയർത്തിപ്പൊക്കിയ ജനങ്ങൾ തന്നെ മോദി വീണിരിക്കുന്നു ട്രംപിന് മുമ്പിൽ എന്ന് പറയും. ഇതിലെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ആരും ശ്രദ്ധിക്കാത്തതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, യുദ്ധം നമ്മൾ നിർത്തി അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ആ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് നമ്മൾ ഇന്ത്യ അടക്കം ലോകരാജ്യങ്ങളെല്ലാം അറിയുന്നത് ട്രംപിൻ്റെ എക്സ്പോസ്റ്റിലൂടെയാണ്. അപ്പോൾ ട്രംപിൻ്റെ എക്സ്പോസ്റ്റിലൂടെ അറിയേണ്ടി വന്നത് പൊളിറ്റിക്കലായിട്ട് വലിയ തോതിലുള്ള ഡാമേജ് നരേന്ദ്രമോദിക്കും BJPക്കും ഒക്കെ ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. പക്ഷെ ഒരു കാര്യം ഗൗതമൊക്കെ കൃത്യമായി മനസ്സിലാക്കണം, ട്രംപ് പറഞ്ഞതാണെങ്കിലും യുദ്ധം നിർത്താനാണ്. മനസ്സിലായി? യുദ്ധം തുടങ്ങ് അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കൂ എന്നല്ല പറഞ്ഞത്. അപ്പം യുദ്ധം നിർത്താൻ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മളിനി അത് കേൾക്കുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്ന്, പക്ഷെ അതിനകത്ത് അടിസ്ഥാനപരമായി താങ്കൾ പറഞ്ഞ പോലെ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ചാൽ കാശ്മീരിലെ പ്രശ്നം മറ്റ് കക്ഷികളൊന്നും ഇടപെടാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന് കരാറിന്റെ ലംഘനമാണോ എന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലംഘനമാണോ എന്നൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പറയുമ്പോൾ പോലും 1971-ലും അതിനു മുമ്പുണ്ടായിട്ടുള്ള പല യുദ്ധങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ സോവിയറ്റ് റഷ്യയുടെ അടക്കം മറ്റു പലരുടെയും ഒക്കെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ആകെയുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ അവരാരും ഇതേപോലെ വിളിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ട്രംപ് ഇത് കൃത്യമായിട്ട് വിളിച്ച് പറയുകയും ചെയ്തു. കൂടാതെ ട്രംപിൻ്റെ വിദേശകാര്യ മന്ത്രിയാണെന്ന് എനിക്ക് തോന്നുന്നു, സെക്രട്ടറി എന്നാണല്ലോ വിളിച്ചത്. അപ്പം അദ്ദേഹം പറയുന്നത് ഇത് കഴിഞ്ഞ ഏതാണ്ട് ഒരു 12 മണിക്കൂറായി 10 മണിക്കൂറായി ഞങ്ങൾ തമ്മിൽ നിരന്തരമായ ചർച്ചയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചർച്ചയിലായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം കൂടി ഇത് ക്ലാരിഫൈ ചെയ്യുമ്പോൾ അങ്ങനെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിചാരിക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ഒരു തേർഡ് പാർട്ടിയെ, മൂന്നാമതൊരു പാർട്ടിയെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ളത് രാഷ്ട്രീയമായി ഇന്ത്യയിൽ വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കുമെന്നുള്ളത് ശരിയാണ്. പക്ഷേ എല്ലാ യുദ്ധങ്ങളിലും തന്നെ ഇത്തരത്തിലുള്ള ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഒന്ന്. ഇനി രണ്ടാമതൊരു കാര്യം കൂടി പറയാം. അമേരിക്ക എന്ന് പറയുന്നത് ഒരു ലോക പോലീസ് എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ വലിയ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രം തന്നെയാണ്. ആ രാഷ്ട്രം പറയുമ്പോൾ പലതും ചിലപ്പോൾ ഒരു പരിധി വരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിന് വേണ്ടി എന്ത് ചെയ്യേണ്ടി വരും, അംഗീകരിക്കേണ്ടി വരും. ഇപ്പൊ ഇതിന് ചിലർ ന്യായീകരമായി പറയുന്നത് എന്താണെന്നറിയാമോ? പാകിസ്ഥാനോട് വിഡ്രോ ചെയ്യാൻ ചിലപ്പോൾ US പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും താങ്കൾ അറിയേണ്ടത് അത് അങ്ങനെയുള്ള പല സംഭവങ്ങളും ഒക്കെ ഉണ്ടാവും. അല്ലാതെ ഇന്ത്യ ഒറ്റക്ക് നമുക്ക് ഇൻഡിവിജ്വലായി നിൽക്കാൻ പറ്റുമെന്നൊക്കെ ആരെങ്കിലുമൊക്കെ നേരത്തെ വിചാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്കാണത് വലിയ പൊള്ളലൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങളൊരു കാര്യം വളരെ ലളിതമായി ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ പാകിസ്ഥാനുമായി നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെ വലിയ ഊറ്റം കൊള്ളും. അത്രത്തോളമുള്ള ഊറ്റം കൊള്ളൽ പലപ്പോഴും അതിർത്തികളിൽ ചില പ്രശ്നങ്ങൾ ചൈന ഉണ്ടാക്കുമ്പോൾ കാണാറില്ല. കാരണം ചൈന ഉണ്ടാക്കുമ്പോൾ കാണാറില്ലാത്തതിന്റെ കാര്യം ചൈന അതുപോലൊരു ശക്തിയാണ് എന്ന് കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാവുന്നതുകൊണ്ടാണ്, അറിയാവുന്നത് കൊണ്ടിട്ടാണ്. തോറ്റുപോയി. അല്ല, ഞാൻ പറയണത് ഇപ്പൊ അക്സായ് ചാൻ താഴ്വര, അത് ശരിക്കും നെഹ്റു ഒരു തവണ പാർലമെന്റിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു മുടി പോലും കിളിർക്കാത്ത അക്സായ് ചാൻ അത് ചൈന കൊണ്ടുപോയാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫിറോസ് ഗാന്ധി ആയിട്ടാണെന്ന് തോന്നുന്നു. അതായത് ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് തന്നെയാണ് പാർലമെന്റിൽ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തലയിൽ ഒരു മുടി പോലും കിളിർക്കില്ല എന്ന് പറഞ്ഞ് തല വെട്ടിക്കളഞ്ഞാൽ കുഴപ്പമില്ല എന്ന് ചോദിച്ച് ചോദ്യം ഉണ്ടായിട്ടത് കേൾക്കുന്നു. എനിക്കറിയില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ബേസിക്കലി ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ സംഭവിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഇപ്പം ഏറ്റവും വളരെ ഞാൻ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഉയർത്തേണ്ട ഇഷ്യൂ ഈ അമേരിക്ക പറഞ്ഞിട്ട് നമ്മൾ കീഴടങ്ങിയോ ഇല്ല എന്നുള്ളതൊന്നുമല്ല. കാരണം എന്തായാലും യുദ്ധം നിർത്തിയല്ലോ, യുദ്ധം നിർത്താനാണ് പറയുന്നതെങ്കിൽ നല്ല കാര്യമാണ്, നിർത്തിക്കോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇവിടെ ട്രംപിന്റെ ഒരു ഭീഷണി സ്വരത്തിലാണ് ട്രംപ് മൂന്നാമതും വന്ന് പറയുന്നത്. അത് CNN-ന്റെയും അതുപോലെ തന്നെ വേറെ ഏതോ ഒരു CNN തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ഇംഗ്ലീഷ് ചാനലിൽ ഈ ട്രംപ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇന്ത്യയോട് ഏതോ ഇന്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞു, ഒരു രഹസ്യം പറഞ്ഞു എന്നും ആ രഹസ്യം കേട്ടപ്പോഴാണ് നമ്മളെങ്കിൽ വെടിനിർത്താൻ തീരുമാനമായത് എന്നുമൊക്കെയുള്ള പറച്ചിലുകളുണ്ട്. എത്രത്തോളം വാസ്തവമാണെന്നും നമുക്കറിയില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഞാൻ പറയുന്നത് അവിടെ സീസ് ഫയർ നടത്തുന്നത് നല്ല കാര്യം തന്നെ. പക്ഷെ അതിനേക്കാളുപരി താങ്കൾ ഈ ചോദിച്ച ചോദ്യത്തെക്കാളുപരി എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമാണ്. അത് നേരത്തെ ഈ പറയുന്ന പുൽവാമ അറ്റാക്ക് ഉണ്ടായപ്പോഴും ഒരു കോൺവോയ് അടിസ്ഥാനത്തിൽ 1700ഓളം വരുന്ന സൈനികരെ കൊണ്ടുപോകണ്ട, പകരം വിമാനത്തിൽ കൊണ്ടുപോയാൽ മതി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് തുരങ്കം വെച്ചത് ആരാണെന്നുള്ളതിന് നമുക്ക് ഇപ്പോഴും കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. ഗവർണർ എന്ന് പറഞ്ഞാൽ ആര്? BJPയുടെ ഗവർണറാണ്, BJPയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അത് കിട്ടിയില്ല. അതേപോലെ തന്നെ ഈ 4 ഭീകരർ അകത്തേക്ക് കയറി വന്ന ആളുകൾ, ആ ആളുകൾ ആരാണെന്നും അവരെങ്ങനെയാണ്, ഹൗ ദേ ഹാഡ് ഗോൺ ഔട്ട്, ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് പുറത്തേക്ക് കിടന്നത്, അതാണ് വലിയ ചോദ്യം. അകത്തേക്ക് വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ വന്നേക്കാം, ഞാൻ പറഞ്ഞ സുരക്ഷാ വീഴ്ചയൊക്കെ ഉണ്ടായേക്കാം, ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചിരിക്കുന്നത്. പക്ഷെ പ്രശ്നം അങ്ങനെ ഒരു സാധാരണ ഒരു ആക്രമണം ഉണ്ടായതിനു ശേഷം അത് ഉറപ്പായിട്ട് പോകാൻ കഴിയുന്ന ഒരു രാജ്യമല്ലല്ലോ ഇന്ത്യ.
കാരണം നമ്മൾ പോലീസും സൈന്യവും മിലിറ്ററി ഒക്കെ അലർട്ട് ആവേണ്ടതാണ്. അപ്പൊ എന്നിട്ടും അവരെങ്ങനെ പോയി എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കാരണം ഇപ്പൊ ഒരു 10-20 കൊല്ലം മുമ്പാണെങ്കിൽ ഈ ചോദ്യം ചോദിക്കുന്നതിന് ഒരു അർത്ഥമില്ല. എന്താണെന്ന് അറിയാമോ? ഈ ഹമാസ് ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള നിരവധി പണികൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാനും ഒക്കെ ഇന്ത്യക്കെതിരെ ചെയ്തിരുന്നു. ഉദാഹരണത്തിന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 32 കിലോമീറ്ററുള്ള തുരങ്കം വരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇനിയും അത്തരത്തിലുള്ള തുരങ്കങ്ങളിലൂടെയാണോ ഇവർ പോയത്? അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ മിലിറ്ററി കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അല്ലാതെ വേറെ ഏത് രീതിയിലാണ് ഇവർ പോയത് എന്ന് പറയുന്ന ചോദ്യത്തിന് നമ്മുടെ ഒരു 2000 പേരോളം വരുന്ന ആളുകൾ വരുന്ന സ്ഥലത്ത് ഒരു മിലിറ്ററിയുടെ ഒരാൾ പോലും ഇല്ലാതിരുന്നതിന് പോയിന്റ് ബ്ലാങ്കിൽ ആളുകളെ വെടിവെച്ച് അതിൽ മതം ചോദിച്ച് കലിമ ചൊല്ലാൻ പറഞ്ഞൊക്കെ വെടിവെച്ച് കൊന്നതിനൊക്കെ കൃത്യമായ സെക്യൂരിറ്റി ലാപ്സസ് ഉണ്ടായോ എന്ന് പരിശോധിക്കേണ്ട സമയമാണിപ്പോൾ. ആ ചോദ്യങ്ങൾക്ക് ഇനി തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റ് ഉത്തരം പറഞ്ഞേ മതിയാവും. സർവകക്ഷി യോഗത്തിലൊന്നും മോദി പോലും പങ്കെടുക്കുന്നില്ല. 2 സർവകക്ഷി യോഗത്തിലും മോദി പങ്കെടുത്തില്ല. ഇപ്പൊ വിളിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ മോദി വിളിച്ചിരിക്കുന്നത് മറ്റേ പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് പാർലമെന്റ് വിളിച്ചു കൂട്ടണം എന്നാണ്. പാർലമെന്റ് വിളിച്ചു കൂട്ടി ഒരു മറുപടി പറയുമോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയം ഉണ്ട്. കാരണം മണിപ്പൂരിന്റെ കാര്യത്തിലൊക്കെ തന്നെ ഒരു നോ കോൺഫിഡൻസ് മോഷൻ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഏറ്റവും സുപ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം, പല വലതുപക്ഷ ഹാൻഡിലുകൾ ഒന്നും ചോദിക്കാത്ത മറച്ചു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. ഇതൊക്കെ ചർച്ച ചെയ്യാനുണ്ടായ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ 4 ഭീകരർ അവിടെ വന്നു, ഈ പാവപ്പെട്ട നിരായുധരായിട്ടുള്ള ആളുകളെ കൊന്നു എന്നുള്ളതാണല്ലോ. പക്ഷെ ആ ഭീകരർ എവിടെ പോയി, അവരെങ്ങനെ വന്നു? ഈ ചോദ്യം ആരും ചോദിക്കുന്നില്ല. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യദ്രോഹിയായി മാറ്റി തീർക്കുന്ന പ്രവണതയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അല്ല, ആ ഘട്ടം നമ്മൾ ഇന്ത്യ പിന്നിട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ ഞാൻ തന്നെ കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഒരു ആക്രമണം ഉണ്ടാവുമ്പോൾ നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല. പക്ഷെ ഒരു ആക്രമണം കഴിഞ്ഞു, ഒരു സീസ് ഫയർ ഉണ്ടായി, വെടിനിർത്തൽ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ വീട് എന്തുകൊണ്ട് അടച്ചില്ല എന്നുള്ള ചോദ്യത്തിന് കൂടി എന്ത് ചെയ്യണം, ഉത്തരം പറയാനേ പറ്റൂ. അതിൽ ആ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. കാരണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും ഈവൻ പൊതുജനങ്ങളും ഒക്കെ തന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തി കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, പിന്നെ ഈ കാണ്ഡഹാറിലെ വിമാനം തട്ടിക്കൊണ്ടുപോകൽ പ്ലാൻ ചെയ്ത, അല്ലെങ്കിൽ പുൽവാമയിലെ ആക്രമണം പ്ലാൻ ചെയ്തിട്ടുള്ള ആളുകളെയൊക്കെ ഈ ഇതിൽ കൊന്നൊടുക്കി എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അത് നല്ല കാര്യം. പക്ഷെ പ്രശ്നം അതൊന്നും ആരാണ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്നും ജനത്തിന് വലിയ ധാരണ ഇല്ല. പക്ഷെ ഈ 4 പേരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. കാരണം ഈ 4 പേരുടെ രേഖാചിത്രങ്ങൾ, അവരുടെ ഫോട്ടോകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ 4 പേരെ നമുക്ക് പിടികൂടാൻ കഴിഞ്ഞോ, അല്ലെങ്കിൽ ആ 4 പേരെ വിട്ടുതരണമെന്ന് പറയുന്ന ഒരു സമ്മർദ്ദം ചെലുത്താൻ നമുക്ക് കഴിയുമായിരുന്നില്ലേ എന്ന് പറയുന്ന ചോദ്യങ്ങളൊക്കെ അവിടെ അവശേഷിക്കുക തന്നെയാണ്. ആ ചോദ്യങ്ങൾക്കൊന്നും ഇപ്പൊ താങ്കൾക്കോ എനിക്കോ അല്ലെങ്കിൽ വേറെ ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും BJPയുടെ ജില്ലാ പ്രസിഡന്റിനോ സംസ്ഥാന പ്രസിഡന്റിനോ പോലും ഉത്തരം തരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് തന്നെ അത് വ്യക്തമാക്കണം എന്നാണ്. ഗവൺമെന്റ് അത് വ്യക്തമാക്കാൻ വേണ്ട ഒരു രാഷ്ട്രീയ സമ്മർദ്ദം പ്രതിപക്ഷം കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് സംഭവിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്ന ഒരു കാര്യം. അല്ലാതെ അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാനില്ല. നമ്മൾ ഉയർത്തിയ വാലിഡായിട്ടുള്ള ചോദ്യങ്ങളാണ്. അത് പക്ഷേ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും മിക്ക രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം തന്നെ ഉയർത്തി കഴിഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് ഉടമ്പടി വെച്ചുകൊണ്ടാണ് സീസ് ഫയർ ഉണ്ടായിരിക്കുന്നത്? അല്ല, സീസ് ഫയറിൻ്റെ കാര്യത്തിൽ ഇപ്പം എനിക്ക് അത്തരം സംശയങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്ന സംശയങ്ങൾ അത്രത്തോളം കൃത്യമാണോ എന്നൊക്കെ ഉള്ളതില്ല. സീസ് ഫയർ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇന്ത്യ ഇത് നിർത്തണ്ട എന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി നിർത്തിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്ത്യ തന്നെ ഈ യഥാർത്ഥത്തിൽ 9 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിക്കൊണ്ട് പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തുമ്പോൾ തന്നെ, സോഫിയ ഖുറേഷിയൊക്കെ പത്രസമ്മേളനം നടത്തുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ പത്രസമ്മേളനത്തിൽ തന്നെ ഇന്ത്യ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താ വെച്ചാൽ, ഞങ്ങളുടെ കയ്യിൽ 21 കേന്ദ്രങ്ങളുണ്ട്, ഇനിയും ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, നിങ്ങൾ ഇനിയും എന്ത് ചെയ്താൽ ഞങ്ങളെ തോണ്ടിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവസാനിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയുടെ പുറത്തേക്ക് എനിക്ക് തോന്നുന്നത്, ഞാൻ അതിൽ ഗവൺമെന്റിനെ വിശ്വസിക്കുകയാണ്. ആ വിശ്വസിക്കുന്ന കാര്യം പാക് മിലിറ്ററി ഉദ്യോഗസ്ഥർ തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്ന് തൽക്കാലത്തേക്ക് നിർത്തൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ, രാജ്യസ്നേഹികള്, ദേശാഭിമാനികളൊക്കെ ചോദിക്കുന്നത്, നമ്മുടെ 26 ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഒരു യുദ്ധം അവസാനിക്കുമ്പോൾ എന്തെങ്കിലും, കാരണം സ്പൈ ആയിട്ട് അവിടെ ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ഈ കുൽദീപ് യാദവിനെ പോലുള്ള ആളുകളുണ്ട്, അവരെ അദ്ദേഹത്തെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടാമായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉടമ്പടി വെക്കാമായിരുന്നു. അത് നിങ്ങൾ ഇപ്പോൾ ഞാൻ വളരെ ഓപ്പൺലി പറഞ്ഞ യുദ്ധങ്ങളെക്കുറിച്ചും അതുപോലെ 1-ാം ലോകമായുദ്ധം മുതൽ 2-ാം ലോകമായുദ്ധം മുതൽ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചാൽ നമുക്ക് പലപ്പോഴും ഒരു ഉടമ്പടികൾ വെക്കുന്നത് അല്ലെങ്കിൽ കൃത്യമായി നടപ്പിക്കുന്ന കാര്യം അത് നടത്തിയിട്ടേ സീസ് ഫയർ ഉണ്ടാകൂ എന്നൊക്കെ പറയലൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല.
മനസ്സിലായോ? അത്തരത്തിൽ ഇപ്പൊ ഹമാസ് ഇസ്രായേൽ പോരാട്ടം ഉണ്ടായപ്പോൾ ഇസ്രായേലിലെ ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇന്നും എന്ത് ചെയ്തിട്ടില്ല, മോചിപ്പിച്ച് കഴിഞ്ഞിട്ടില്ല. കാരണം അങ്ങനെയുള്ള ഉടമ്പടികൾ വെക്കുക എന്ന് പറയുന്നത് പലപ്പോഴും അത് ഈ പറയുന്ന സീസ്ഫയർ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്താതിരിക്കാൻ മാത്രമേ സഹായിക്കുള്ളൂ. അതിന് നമുക്ക് മറ്റു പല പ്രഷറും മറ്റു പല സമ്മർദ്ദങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ചെലുത്താം. അതിനും അപ്പുറത്തേക്ക് നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഞാനിപ്പോഴും പറയുന്നു, ഇവിടെ ഉണ്ടായിട്ടുള്ള സെക്യൂരിറ്റി ലാപ്സസ് എന്തുകൊണ്ടാണ് എന്നുള്ളത് തീർച്ചയായിട്ടും പിന്നെ ഇതിൽ വേറെ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഗോസ് ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഈ ആദ്യഘട്ടത്തെ നമ്മൾ ആക്രമണം കഴിഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാൻ ഒരു കാര്യം സംബന്ധിച്ചു. എന്താണെന്നറിയോ? ഞങ്ങളുടെ 26 പേർ കൊല്ലപ്പെട്ടു എന്നാണ്. അതായത് പറഞ്ഞു വന്നത് എന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾ 26 പേരാണ് മരിച്ചു പോയത്, ഞങ്ങളുടെ ഇവിടെ 26 പേര് കൊല്ലപ്പെട്ടു. വേണമെങ്കിൽ 25 പേര് എന്ന് പറയാം, അല്ലെങ്കിൽ 30 പേര് എന്ന് പറയാം, അതല്ല 26 പേര് കൊല്ലപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാനും ഒരു സീസ് ഫയർ തീർച്ചയായിട്ടും ആഗ്രഹിച്ചിരുന്നു. അസീം മുനീറിനും ബെയ്റ്റുകാർക്കും ഒക്കെ അറിയാം സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. നമ്മൾ കറാച്ചി വരെ അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ റാവൽപിണ്ടിയിലുള്ള സൈനിക കേന്ദ്രത്തിന്റെ അടുത്ത് വരെത്തി വെടിപൊട്ടിച്ചപ്പോഴേക്കും അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അല്ലാതെ ഇന്ത്യ ഭയന്ന് നിർത്തിയതാണ് എന്നൊന്നും ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല. സീസ് ഫയർ ഉണ്ടായതിൽ എനിക്ക് വലിയ പരിഭവമോ കാര്യമൊന്നുമില്ല. പിന്നെ ആകെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രംപ് ആയതുകൊണ്ട് ട്രംപിന് പലപ്പോഴും കുറച്ച് വെളിവില്ലായ്മകളൊക്കെ ഉള്ളതുകൊണ്ടും അദ്ദേഹം പലപ്പോഴും പ്രസിഡന്റാണ് അമേരിക്കയുടെ എന്നൊക്കെ ഉള്ളത് മറന്നു പോകുന്നതുകൊണ്ടും വായി തോന്നി എന്തും വിളിച്ചു പറയുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളിലൊക്കെ ഉണ്ട് പല അതായത് ട്രംപ് പറയുന്നത് എന്റെയൊക്കെ നിയന്ത്രണത്തിലാണ് താങ്കളൊക്കെ നിൽക്കുന്നത്, നിങ്ങളൊക്കെ ഉള്ളത് എന്നാണ് ട്രംപ് അടിസ്ഥാനപരമായിട്ട് നൽകുന്ന മെസ്സേജ്. ഞാൻ ഗൗതത്തിനോട് വളരെ സിമ്പിളായിട്ടുള്ള പറയാം. അമേരിക്ക എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക ശക്തിയാണ്, വലിയ തോതിലുള്ള ലോകത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മിലിറ്ററി പവർ തന്നെയാണ്. പക്ഷെ തള്ളി പറഞ്ഞില്ല, മോദി തള്ളി പറഞ്ഞില്ല. അല്ല, മോദിക്ക് പോലും അതത്ര എളുപ്പമല്ല തള്ളി പറയാൻ. 2 കാരണങ്ങൾ കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, അത് ഇന്ത്യ പോലൊരു രാജ്യത്തിന് അത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന് ഒറ്റയടിക്കാൻ കൂടി തള്ളിപ്പറയാൻ എളുപ്പമല്ലോ. നിരവധി ട്രംപ് ടവേഴ്സ് ഒക്കെ ഉണ്ട്. ട്രംപ് ടവേഴ്സ് ഒക്കെ താങ്കൾ അറിയേണ്ടത് അത് മറ്റൊരു കാര്യമാണ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ അതിലേക്ക് വരാം. ട്രംപ് ടവേഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിലുള്ള ടവറിന്റെ ഫ്രാഞ്ചൈസി കൊടുത്തേക്കുന്നത് മാത്രമാണ്, മനസ്സിലായ പേര് ഉപയോഗിക്കാൻ. അല്ലാതെ അദ്ദേഹത്തിന് ഇവിടെ ട്രംപ് ടവർ അതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്ന പോലെയല്ല ഒരു പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നത് മറ്റൊരു പ്രധാനമന്ത്രിയെ തള്ളിക്കളെ. രണ്ടാമത് ഞാൻ വിചാരിക്കുന്നത് ഇവർ തമ്മിലുള്ള ഒരു വ്യക്തിപരമായ ബന്ധം പോലും അതിന് പ്രശ്നമുണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് അത് എന്ത് ചെയ്യാത്തത്, പറയാത്തത്. പിന്നെ പണ്ട് ഇന്ദിരാഗാന്ധി 1971 റിച്ചാർഡ് നിക്സൺ 70കളിൽ റിച്ചാർഡ് നിക്സണോട് പറഞ്ഞതുപോലെ ഒന്നും പറയാനുള്ള ലെവൽ ആണ് ഇപ്പോൾ എന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട ചോദ്യം നേരത്തെ പറഞ്ഞതാണ്. ആ ചോദ്യമാണ് ഇന്ത്യൻ ജനത ഉയർത്തേണ്ടത്. വേർ വി വെന്റ് റോങ്, എവിടെയാണ് നമുക്ക് സെക്യൂരിറ്റി ലാപ്സസ് ഉണ്ടായത്, എവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ പറ്റിയത് എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും. അതിലെവിടെയാണ് നമ്മുടെ മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത് അന്വേഷിക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റതല്ല ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ നാളെ ഗൗതമോ അല്ലെങ്കിൽ രതീഷ് ചക്രവാണിയോ വിളിച്ചിട്ട് പറഞ്ഞു യുദ്ധം നിർത്താൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാതെ വിചാരിക്കുന്ന ഒരാളാണ്. നിർത്താനല്ലേ പറഞ്ഞല്ലോ, തുടരാൻ പറഞ്ഞില്ലല്ലോ, നിർത്തിക്കോട്ടെ എന്ന് എന്ത് ചെയ്താൽ മതി വിചാരിച്ചത്. തീർച്ചയായിട്ടും. പക്ഷേ ദേശാഭിമാനികൾക്ക് വലിയ ക്ഷതമേറ്റിട്ടുണ്ട് ട്രംപിന്റെ വരവ്, അത് പറയാതെ അല്ല. ദേശാഭിമാനികൾക്ക് വലിയ ക്ഷതമേറ്റു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദേശാഭിമാനി ആരാണെന്നൊക്കെ നമ്മൾ അടുത്തൊരു ചോദ്യമാണ്. ഞാൻ പറയുന്നത് ഇത് വലിയ ക്ഷതമേറ്റിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്കലി, രാഷ്ട്രീയമായി അത് BJPക്കും നരേന്ദ്രമോദിക്കും ഒക്കെ വലിയ തോതിൽ തിരിച്ചടിയായിട്ട്. ആ സംശയം കറക്റ്റ്, ആ രീതി കറക്റ്റാണ്. ഈവൻ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സൂപ്പർ പവറാണെന്നും നമ്മൾ ലോക ഗുരുവായി മാറിയിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് മുമ്പിൽ വലിയ തോതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രശ്നമായിട്ടുണ്ട്.